വരുവത് കാற்றോട് കുഴലിൻ നാദമേ. നവരസനാടകങ്ങളിനമാക ഇനി അരങ്ങേറും. നയനമാടുമൊരു നവരസനാടകം നളിനമാക ഇനി അരങ്ങേറും. Very nice, mom. Very good. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. സ്നേഹ ബ്യൂട്ടിഫുൾ. മൈ മാസ്റ്റേഴ്സ് റൗണ്ടിൽ സ്നേഹ ആരെയാണ് സെലക്ട് ചെയ്തത്? നമ്മുടെ രാജാ സർ. എന്താണ് രാജാ സർ? അല്ല എന്താണെന്ന് ചോദിക്കുന്നില്ല. കുറെ പാട്ടുകളുണ്ടല്ലോ, കൺഫ്യൂഷൻ ആയിട്ടുണ്ടല്ലോ ഒബ്വിയസ്ലി ഏത് പാട്ട് ചൂസ് ചെയ്യണം എന്നുള്ളത്. എങ്ങനെയാണ് കറക്റ്റ് ഈ പാട്ടിലെത്തിയത്? കുറെ മെലഡി കിങ് അല്ലേ ഇളയരാജ സാർ എന്ന് പറഞ്ഞ. പക്ഷെ എനിക്ക് ഡിഫറെന്റ് ആയിട്ടൊരു സെമി ക്ലാസിക്കൽ ഒരു സോങ് പാടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ സെമി ക്ലാസിക്കൽ പാടി. ചോദിക്കാം നമുക്ക്. ശരത് സർ. സ്നേഹേ സർ, സുഖമാണോ? സുഖമാ സർ. സുഖമാ സർ. സുഖമാസാറോ? സുഖമാണ് സർ. ഓക്കെ, സുഖമായിട്ടിരിക്കട്ടെ. നമ്മൾ ആ എയർപോർട്ടിൽ വെച്ച് കണ്ട കാര്യം പറയണോ ഇവിടെ? വേണ്ട സർ. എന്നാ പറഞ്ഞു. അതാണ് എന്തോ 2000 രൂപയുടെ നഷ്ടം വരുത്തി വെച്ചത്. എനിക്കറിയണോ സാർ? നിനക്ക് SMS ചെയ്താൽ മതിയോ? ഇല്ല, ഞാൻ അന്ന് കുറച്ച് നേരം, ഞാൻ എപ്പോഴും എയർപോർട്ടിൽ പോകുമ്പോൾ കുറച്ചൊരു മുമ്പേ പോകും. അവിടെ നിന്ന് ബോറടിച്ച് ഫ്ലൈറ്റിൽ കയറത്തുള്ളൂ. എങ്കിലും എനിക്കൊരു സുഖമുള്ളൂ. ഞാനവിടെ ഈ സാധാരണ ജനമധ്യത്തിൽ പോയി ഞാൻ നിൽക്കാറുമില്ല. ഒരു കോർണറിൽ നിന്നപ്പോൾ ഒരാളൊന്ന് പുറകെ ഹലോ ഹലോ തട്ട്. അപ്പോൾ ആരടാ ഇത് എന്നെ ഇങ്ങനെ തട്ടുന്നത്? തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത് സ്നേഹയും അമ്മയും. എനിക്ക് ഇതിനെ ഇവിടെയൊക്കെ ഈ കാണുന്ന പോലെ അല്ല, വേറൊരു സ്ഥലത്ത് കാണുമ്പോൾ ഒരു അൾട്രാ മോഡേൺ വേഷം വിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായതുമില്ല ഇത് ആരാന്ന്. എന്നാൽ ഓർമ്മയും വരുന്നുണ്ട് ചെറിയ തോതിൽ എവിടെയാണ്. പിന്നെ മനസ്സിലായി. എന്ത് ചെയ്യുന്നു, നമുക്ക് കഴിച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ, എനിക്കൊരു കാപ്പി കുടിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഒരു ഷോപ്പ് കണ്ടുപിടിച്ച് ഇവിടെ തന്നെ കാണിച്ചു തന്നെ ഇവിടെ ആയിരിക്കും നല്ലതെന്ന്. ഏറ്റവും റേറ്റ് കൂടിയ ഒരു ഷോപ്പിൽ കൊണ്ട് കയറ്റി. അപ്പോൾ അവിടുത്തെ മട്ടൺ ആകെ ഉള്ള ഇത്രേ ഉള്ള ഇവിടെ ഉള്ളൂ. ഒരു കാൽ മട്ടൺ കറി മതി ഇതിന്. 2 എണ്ണം മട്ടൺ കറി. അത് കഴിച്ചതുമില്ല. എന്നെ കൊണ്ട് ചെലവാക്കിയാണ്. അതേ ഉള്ളൂ അവിടെ ലക്ഷ്യം. അതാണ് രാവിലത്തെ കാര്യമാണോ? രാവിലത്തെ ഫ്ലൈറ്റിൽ കയറുന്ന രാവിലെ തന്നെ മട്ടൺ കറി. ദോശയും മട്ടൺ കറിയും മറ്റേ. ഞാനൊന്നും എനിക്കൊന്നും കഴിക്കാനും പറ്റിയില്ല. കാര്യം പൈസ പോയതുകൊണ്ടേ.
പൈസ പോയതുകൊണ്ട് ഞാൻ ആ പൈസ വെള്ളത്തിലായിരുന്നു. പോയതുകൊണ്ട് പിന്നെ എന്താ സ്നേഹയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് നമുക്കത് സ്നേഹേ. ചോദിക്കാം. പറയേ. സ്നേഹ സത്യത്തിൽ എന്താ ഉണ്ടായത്? അതെ. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ Okay. സാറ് എന്നെ പിടിച്ചു വലിച്ചു. അപ്പൊ ഞാൻ എന്താ ഫസ്റ്റ് അല്ല ആദ്യം എനിക്ക് മനസ്സിലായി ഇവിടെ ഞാൻ ഒരു വലിയ പേടിച്ച് തിരിഞ്ഞു നോക്കി. പേടിച്ചു പോയി. എന്നിട്ട് ഇനി നമുക്ക് സത്യമായ കഥ കേൾക്കാം. ഇനി അനി സത്യം ബാക്കി പറയാം. പറഞ്ഞു. എന്നിട്ട് ചായ കുടിച്ചോ എന്ന് ചോദിച്ചു സാറ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും കൂടെ പോയി. സാറ് തന്നെ സെലക്ട് ചെയ്ത ഒരു റെസ്റ്റോറന്റ്. അവിടെ പോയി സാറ് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ സാറ് തന്നെ പറഞ്ഞു മട്ടൻ കറി ആയാലോ. മട്ടൻ റോസ്റ്റ് വേണം, മട്ടൻ കറി വേണം. ഞാൻ പറഞ്ഞു ഏതായാലും മതിയെന്ന്. അപ്പൊ മട്ടൻ കറി വാങ്ങിച്ചു. ഒരെണ്ണം അല്ലേ? വാ തുറന്നാൽ പച്ച കള്ളം പറയുന്ന ഈ മനുഷ്യൻ. അല്ല അത് ഞാൻ ചുമ്മാ ഒന്ന് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു. പക്ഷെ അത് സന്തോഷമായിരുന്നു കണ്ടതിലല്ലേ. നമ്മളത് അവിടെ നിന്ന് ഇത് കഴിച്ചു. രാവിലെ ആയിരുന്നു അല്ലേ? രാവിലെ ഇത് ഉച്ചയ്ക്കോ രാത്രിയോ ആയിരുന്നെങ്കിൽ ടേബിൾ നിറഞ്ഞേനെ. സമ്മതിച്ചായിരുന്നു ഈ കൊച്ചുവെളുപ്പം കാലത്തൊക്കെ മട്ടൻ കറി. അല്ല കൊച്ചുവെളുപ്പാങ്കാലം അല്ല ഒരു 11 മണി എന്തോ ആയിരുന്നു തോന്നുന്നല്ലേ. ഈ കാലത്ത് അല്ല അതിനൊക്കെ ഏറ്റവും കോമഡി അതല്ല. സ്നേഹയുടെ അമ്മ ഇവിടെ ഇരുന്നിട്ട് ഈ ഞങ്ങള് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഫോട്ടോ ഇരിക്കുന്ന മഹാബോറായതുകൊണ്ട് ഞാൻ അല്ല ആ ഫോട്ടോ എടുപ്പ് നടക്കുക കുറെ നേരം കൊണ്ടാണ്ടൊക്കെ ഞെക്കുന്ന അടിക്കുന്ന കഴിഞ്ഞു പിന്നെ കുറച്ച് വെളിയിൽ ചെന്നപ്പോ അയ്യോ അതെ സാറേ ഇത് മുഴുവൻ സെൽഫി ആയി പോയെന്ന്. സ്നേഹയാണ് അമ്മയുടെ തന്നെ കുറെ ചിരിക്കുന്നു. ഇങ്ങനെ പടം എടുത്ത് വെച്ച് അതിന് ഞങ്ങൾ പോസും ചെയ്ത് ഫോട്ടോ. സാധാരണ സാറിന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോയ ഇങ്ങനെയൊന്നും അല്ല. ആ മെനു മൊത്തം വാങ്ങിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെക്കും. ലാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റാണ്ടാവും. അത് കാര്യം സന്തോഷം സ്നേഹ കണ്ടതിൽ കേട്ടോ. ഇനി നമുക്ക് പാട്ടിലേക്ക് വരാം. ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേ കേക്കട്ടെ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാജാ സർ, രാജാ സർ. എഴുതിയിരിക്കുന്നത് പുലമൈ പിത്തൻ സർ. സിംഗർ ചിത്രാമ്മ. മൂവി കോടൈമഴ. നല്ല പാട്ടാണ്, നല്ല പാട്ടാണ്, ഉഗ്രം പാട്ട്. പിന്നെ അദ്ദേഹം ചെയ്താൽ പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ ഇരിക്കത്തുള്ളൂ. അല്ല എനിക്ക് നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാനുള്ള ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വൈദേഹിരാമൻ എന്ന് പറഞ്ഞ് പകൽ നിലവ് എന്നുള്ള സിനിമയിൽ അതുപോലെ ആ ഫിലിമിൻ്റെ പേരാണ് വേദം നീ ഇനിയനാദം നീ ദാസേട്ടൻ പാടിയത്. അതൊക്കെ നല്ല അസാധ്യ കോമ്പസിഷൻ. അതൊക്കെ എടുത്തുകൊണ്ട് പാടണം കേട്ടോ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് ആലാപ്പിൻ്റെ അവസാനത്ത് ഒന്ന് പാടി നിർത്താമോ കൃത്യമായിട്ട്? അതൊന്ന് വരൂ, സമാധാനമായിട്ട് വരൂ. അതങ്ങ് ബദ്ധ നിൽക്കുക. അത് മറ്റേ നിലാവത്ത് കോഴി അഴിച്ചു വിട്ട ലക്ഷണം അല്ല വരേണ്ടത്. ഒരു തെളിച്ചമാണ് വേണ്ട കേട്ടോ സ്നേഹ. എപ്പോഴും പാടുമ്പോൾ അതിന് ആ കോൺഫിഡൻസ് ചിലപ്പോൾ തെറ്റിപ്പോകാൻ പാടും, എന്നാലും കുഴപ്പമില്ല. പക്ഷെ കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ പാടുന്നത്. നമ്മുടെ തൊണ്ട ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ അത് വരത്തില്ല. പക്ഷെ ഈ പാടി വരുമ്പോൾ മുഖത്തൊരു ചോദ്യചിഹ്നം എനിക്ക് കാണാൻ പറ്റും. കൺഫ്യൂഷനിലായി ഇത് പാടി വരുന്നതെന്ന് കേട്ടോ. അപ്പം അത് വേണ്ട. പിന്നെ ഈ കാട്ടോട് കുഴലിൻ നമുക്കൊന്ന് പക്ക ആക്കിയാലോ? കുഴലിൻ ആ നോട്ടിന്റെ ക്ലാര ഇത് നീനമേ നീനേ കുഴലും കൂടെ കുഴലിൻ. അതെപ്പോഴാവും നോക്കണം. പിടിക്കരുത്. കൂളായിട്ട് പാടുക കേട്ടോ. അത് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നന്നായിട്ട് നല്ല ശ്രുതിശുദ്ധമായിട്ട് പാടി കേട്ടോ സ്നേഹ. ആ മട്ടൻ കറി വേസ്റ്റ് ആയില്ല. അതിൽ എന്ത് എഴുതി വെച്ചെന്ന് എന്താണ് വണ്ടാടും. അതൊന്ന് പാടാമോ? വണ്ടാടും അരവിന്ദ മലരുന്തൻ കണ്ണുകൾ മലരുന്തൻ 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 അതിനൊരു അങ്ങനൊരു ഒരു ശക്തിയില്ല. മലരുന്തൻ
നൈസ് 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 വെരി ഗുഡ്. വണ്ടാടും അരവിന്ദ് എന്താണത്? വണ്ടാടും അരവിന്ദ്. മരമല്ല, വണ്ടാടും അരവിന്ദ. പാദങ്ങൾ വേറെ. സോറി പാതൊന്നും പാടാമോ? പാദങ്ങൾ ജതിയിലാടും, പാദങ്ങൾ ജതിയിലാടും തകതിമി. പാദങ്ങൾ ജതിയില, അത് ആ നോട്ട് നോക്ക്. പാദങ്ങൾ ജതിയിലാടും തകതിമി തകവെன்று. തകവെன்று തകവെன்று തകവെன்று. ഓസിലേഷൻസ് ഒക്കെ നോക്കിക്കോളൂ. അത്രേ ഉള്ളൂ. വളരെ മനോഹരമായിട്ട് പാടി സ്നേഹ. ഇതൊക്കെ ഒന്ന് നമുക്ക് അറിയാവുന്നതാണ്. അത് ഉഴപ്പ് കൊണ്ട് അത് കൃത്യമാക്കാത്തതാണ്. 2 അടി അങ്ങ് തന്നാൽ ശരിയാവുന്നതേ ഉള്ളൂ. കേട്ടോ സ്നേഹ? നന്നായിട്ട് പാടി. എനിക്ക് കുറേ ഇഷ്ടമായി. കാര്യം അത് ഒരു ശ്രുതിശുദ്ധമായിട്ട് പാടി. കേട്ടോ? Thank you, sir. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അങ്ങനെ മാജിക് ബീറ്റ്സിലെ സ്നേഹ കിഡിലായിരുന്നു ഡാർലിംഗ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്നേഹയുടെ അല്ലെങ്കിലും എനിക്ക് മോളുടെ വോയിസ് വളരെയധികം ഇഷ്ടമാണ്. അതിൽ ഈ ഒരു പാട്ട് വളരെ ഭംഗിയായിട്ട് പാടി, ശ്രുതിശുദ്ധമായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് അമ്മയുടെ ഏത് സാരി? ഏത് സാരിയല്ല, ഇത് റെഡിമെയ്ഡാണ്. റെഡിമെയ്ഡ് ആണോ? നല്ല കണ്ട സാരി വീട്ടിൽ ഞാൻ വിചാരിച്ചു അങ്ങനെ സാരി ആവാൻ വഴിയില്ലല്ലോ, കാരണം രണ്ട് വ്യത്യസ്തമായിരിക്കുന്നു. കാരണം അമ്മയാണല്ലോ. അമ്മ ഇപ്പൊ സാരി ഉടുക്കാറുണ്ടോ? ചുരിദാറിലേക്ക് മാറിയോ? ചുരിദാറായി. അമ്മയ്ക്ക് സാരി ഇല്ലല്ലോ. ഒക്കെ തീർന്നു അല്ലേ? കഴിഞ്ഞു. എന്തായാലും നല്ല ക്യൂട്ട് ശബ്ദത്തില് മനോഹരമായിട്ട് പാടി. ഏതാ രാഗം എന്നറിയോ? സിംഹേന്ദ്ര മധ്യമം. ഇതില് വേറെ ഏതെങ്കിലും പാട്ടുകൾ അറിയോ? ആനന്ദരാഗം, ഇളയരാജാ സർ. താലാട്ടം, താലാട്ടം, പൂങ്കാറ്റ്. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഗുഡ് ഗേൾ. ഗുഡ്. ഫാന്റാസ്റ്റിക് സെലക്ഷൻ പാട്ടിന്റെ. എന്തായാലും നന്നാവട്ടെ. മോളുടെ ശബ്ദം ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ. ഭംഗിയായിട്ട് പാടാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. MG സർ. സ്നേഹ സർ, അസലായിട്ട് പാടി കേട്ടോ. ഞാൻ ഈ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോ എല്ലാം ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് രാജാ സാറിന്റെ ഒരു മോഹമുൾ എന്നുള്ളൊരു തമിഴ് ഫിലിമിൽ പാട്ട് പാടിയായിരുന്നു. അത് ഞാൻ ആലോചിക്കായിരുന്നു, ഈ സിംഹേന്ദ്ര മധ്യമമാണോ? എനിക്കൊരു സംശയം. ഇതേ സെയിം അല്ലേ? അതായത് വാരായോ കൺ തിറന്ന് താരിരരി വാരായോ കൺ തിറന്ന്. അപ്പൊ ഞാനിങ്ങനെ അണ്ണാച്ചിടത്ത് ചോദിച്ചു, അണ്ണാച്ചി ഇത് വരുമ്പോഴത്തേക്ക് ഒരു നിഷാദത്തിന്റെ ഒരു മാറ്റം. അപ്പോഴാണ് മനസ്സിലായത് ആ പാട്ട് ഷൺമുഖപ്രിയ. ഒരു ചെറിയൊരു നീ മാറിയപ്പോഴത്തേക്ക് അതിന്റെ വ്യത്യാസം വരുന്നു. അത് അപാരമല്ലേ സർ? ആ ഒരു അതൊരു ഭീകര ചേഞ്ചാണ്. മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് അത്. ആക്ച്വലി അന്ന് അത് ആ സിനിമ നാഷണൽ അവാർഡിന് പോയി. എനിക്ക് നാഷണൽ അവാർഡിന്റെ ഒക്കെ ആ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു എന്റെ പേരൊക്കെ. വർഷങ്ങൾക്ക് മുമ്പാണ്. മോഹമുൾ പാട്ടാണ് കേട്ടോ. ഒരു ദിവസം ഞാൻ ഇവിടെ പാടാൻ ഡെഫിനറ്റ്ലി നല്ല ഫിലിമായിരുന്നു. അപ്പൊ എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടോ. ഇപ്പൊ അണ്ണാച്ചി പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇപ്പൊ ഈ ചില ഗമകങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യാതെ പാടാൻ നോക്കിയാൽ മതി. അത് ഞാൻ ആദ്യം തൊട്ടേ ഞാൻ സ്നേഹയെ കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം എന്നൊക്കെ ഉള്ളത് നാക്കാതെ അത് നല്ല ഒഴുക്കിന് പാടിക്കഴിഞ്ഞാൽ യു ആർ എ വെരി ഗുഡ് സിംഗർ. അപ്പോൾ നല്ല സൗണ്ടാണ്, യുണീക്ക് സൗണ്ടാണ്. അപ്പോൾ അങ്ങനെ പാടിയത് നന്നായിരിക്കും കേട്ടോ. എനിക്കിവിടെ തോന്നിയത് ഈ പാദങ്ങൾ അവിടെ ആ ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നി. അതിങ്ങനെ പെറുക്കി വെച്ച് പാടുന്നല്ലോ, പക്ഷെ അത് റിപ്പീറ്റേഷനില്ലേ, ആ റിപ്പീറ്റേഷനിൽ കറക്റ്റായിട്ട് പാടുകയും ചെയ്തു. അപ്പം ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വേറൊന്നുമല്ല, എസ്പെഷ്യലി മോളുടെ പാട്ടും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഓർക്കസ്ട്രയും നമ്മുടെ മൃദംഗവും റിതം സെക്ഷൻസും അവിടെ എല്ലാം വയലിൻസും എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. അവരെല്ലാവരും നല്ല രീതിയിൽ വായിച്ചു തന്നു. അവർ നന്നായിട്ട് വായിച്ചാലേ നമുക്ക് പാടാൻ പറ്റത്തുള്ളൂ. ടോട്ടലി കേൾക്കാൻ മനോഹരമായിരുന്നു കേട്ടോ. നല്ല സെലക്ഷൻ. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ക്യാപ്റ്റൻ. ഓ ഗമ വീണ്ടും കൂടി കേട്ടോ. എന്താ ഷാനിക്കയുടെ ടീമിൽ നിന്ന് ഒരു കുട്ടി പാടിയിരിക്കുന്നു. സ്നേഹ, ഐ ആം പ്രൗഡ് ഓഫ് യു മോളെ. ഞാൻ ആലോചിക്കുന്നത് സ്നേഹയുടെ ഇംപ്രൂവ്മെന്റ് ആണ്.
ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ് സ്നേഹ, ഒരു രക്ഷയില്ല. താങ്ക് യു സർ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഈ പറഞ്ഞ പോലെ പ്ലാൻസ് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ അത് ഏത് നോട്ടിലാണോ എൻഡ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഇപ്പം ആ പ്ലാൻസിൻ്റെ ഡ്രോപ്പ് വന്ന സമയത്ത് അത് അവസാനം ഏത് നോട്ടിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. ഏതാണെന്ന് നമ്മുടെ തലയിലുണ്ട്, പക്ഷെ നമ്മുടെ ചെവിയിലേക്ക് അത് എത്തിയില്ല. അത് മാത്രം അങ്ങനെയുള്ള കുറച്ച് ഏരിയസ് ഉണ്ട്. ബാക്കി അതർവൈസ് ശ്രുതി വൈസ് ഒക്കെ നല്ല സുഖത്തിൽ തന്നെ സ്നേഹ കോൺഫിഡൻസോട് കൂടി പാടി കേട്ടോ സ്നേഹ. അത് വെരി ഗുഡ്. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അഗൈൻ ഐ എം പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് വെക്കാം. MG സർ, ഞാൻ അണ്ണാച്ചിയുടെ ഭാഷ പറഞ്ഞ അള്ളിക്കൊടുക്കും. അയ്യോ ഞാനത് പൂച്ചയോ തമിഴിൽ എന്താണ് പറയുന്നത്? അള്ളി. അള്ളി കൊടുക്കും. അതാ പറഞ്ഞേ. ആ അങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങ് പോവും. അതായത് ഇപ്പൊ 9.1, 9.2, 9.3, മതി മതി അണ്ണ 9.4. മതി 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 അണ്ണ മതി അതെയോ? പറ പാറു പറ. മതി 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 പാറു നിനക്കെന്തോ 9.4, 9.4, 5. താങ്ക് യു സർ. അവിടുന്ന് ഒരാൾ പോണോടത്തോളം പോട്ടെ എന്ന്. നന്നായിട്ട് പാടി കേട്ടോ മോള്. ഇല്ല ചുമ്മാ ഒന്നും തരത്തില്ല. അതെ, സൂപ്പർ. 9.5 ശരത് സർ. എന്തോ അള്ളു സാർ. അള്ളിക്കൊടു സാർ. ഞാൻ അള്ളത്തതേ ഇല്ല. ഇതയത്തെ അള്ളിക്കൊടു സാർ. ഇതേത്തെ വേണം അള്ളി കൊടുക്കാം, മാർക്ക് കൊടുക്കത്തില്ല ഞാൻ. സ്നേഹേ, ആരോഹണം സിംഹേന്ദ്ര മധ്യമവും അവിടെ നിന്ന് ഇങ്ങോട്ട് അവരോഹണത്തിൽ ഷൺമുഖപ്രിയ ഒന്ന് പാടിക്കേ. അറിയാം, ഈസിയായിട്ട് പാടും. ഈസിയായിട്ട് പാടുന്നു, എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ പറയുന്നത്. ആരോഹണം സിംഹേന്ദ്ര മധ്യമം, തിരിച്ചു വരുമ്പോ ഷൺമുഖപ്രിയ. ചെറിയ വ്യത്യാസം. സരി സരി ഗ മ പദ നീ സാ സാ നി സാ നി ദ സാ നി ദ പ മ ഗ രി സാ. വെരി ഗുഡ്. അത് കൃത്യമായിട്ടങ്ങ് വരിക. നമുക്ക് ഡൗട്ട്, ഞാനതാ പറഞ്ഞു, ഡൗട്ട് വരരുത്. നമ്മൾ ഒരു സംഭവം ചെയ്യുമ്പോൾ അങ്ങ് വെച്ചാലൊക്കെ മതിയോ? മതിയോ? അപ്പൊ അതിനുള്ള മാർക്കാ തരത്തോളൂ ഞാൻ. കാര്യം എന്നെ ഇങ്ങോട്ട് താഴെ പാടാൻ സമ്മതിച്ചില്ല നീ. എന്തൊക്കെയാ നോക്കി, എന്തൊക്കെ പൊട്ട ന്യായങ്ങളാ ഇവിടെ നിൽക്കുന്നത്. ശരി, എന്നാ എന്റെ മാർക്ക് പറയാം. 8.5. കുറച്ചുകൂടെ അള്ളാന്ന്. ഞാൻ അള്ളിത്തരാ. ആ, എന്റെ മട്ടൻ കറി, എന്റെ പൈസ, എന്റെ പൈസ. സ്നേഹ 9.3 മാർക്സ്. താങ്ക് യു സർ. ചേച്ചി, അങ്ങനെയാണെങ്കിൽ സ്നേഹയ്ക്കുള്ള മാർക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. പക്ഷേ നേരെ തിരിച്ചൊന്ന് പാടിക്കേ. ഷൺമുഖപ്രായയിൽ ആരോഹണവും സിംഹേന്ദ്ര മധ്യമത്തിൽ അവരോഹണവും പാടിക്കേ. സരി ഗ മ പദ നീ സാ സാ നി ദ പ മ ഗ രി സാ. ഇതാ പിടിച്ചോ മാർക്ക്. അങ്ങനെ മാജിക് ബീറ്റ്സിൽ നിന്നും സ്നേഹ നേടിയിരിക്കുന്നു 18.8. സൂപ്പർ. ഓക്കേടാ. ഗുഡ് 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 ഗുഡ്. സൂപ്പർ